നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഹാലജനേഷൻ. നിങ്ങൾക്ക് തോന്നും എന്താണ് ഹാലജനേഷൻ? ഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ മീഥേൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് HNO, UV ലൈറ്റ് ആണ്. അതിൽ നിന്നും HCl റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് CH3Cl. ഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ആൽക്കെയിൻസിൽ നിന്നും എന്ത് ചെയ്യും, ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു ക്ലോറിൻ വരുന്ന പ്രോസസ്സാണ്. ദാറ്റ് ഇസ് CH3Cl എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ നോർമൽ ആൽക്കെയിനിൽ നിന്നും ക്ലോറിൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഹാലജനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടോ, നമുക്ക് ഇപ്പം CH4Cl2 നിന്നും UV ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് CH3Cl ആവും. വീണ്ടും അതുപോലെ തന്നെ ഒരു ക്ലോറിൻ ആഡ് ചെയ്യുന്നു, HCl റിമൂവ് ചെയ്യുമ്പോൾ CH2Cl2, CHCl3, അവസാനം എന്താവും, കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയും, CCl4. റിയാക്ടിവിറ്റി ഓഫ് ഹാലജൻ പഠിക്കുക എപ്പോഴും ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആയിരിക്കും. റിയാക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ വന്നിട്ട് ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി ആണ്. ഓക്കെ, ഹാലജനേഷൻ്റെ മെക്കാനിസം ചോദിച്ചിട്ടുണ്ട്. ഹാലജനേഷൻ്റെ മെക്കാനിസം എപ്പോഴും ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസമാണ്. നമുക്ക് ആ സ്റ്റെപ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇനിഷ്യേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു ക്ലോറിൻ കോമ്പൗണ്ട് ആണല്ലോ Cl2. ഈ ക്ലോറിനെ നമ്മൾ എന്ത് ചെയ്യും, ഹോമോലിസിസ് എന്ന് പറഞ്ഞ പ്രക്രിയ വഴി അതിനെ എന്താക്കും, ഡിവൈഡ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് HNO. ഹോമോലിസിസ് എപ്പോഴും UV ലൈറ്റിൻ്റെ പ്രസൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഹോമോലിസിസ് എന്ന് പറയുന്നത് HNOൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ദാറ്റ് ഇസ് Cl ഡോട്ട് പ്ലസ് Cl ഡോട്ട് എന്ന് പറയും. ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഇപ്പം ക്ലോറിൻ ക്ലോറിനിൽ നിന്ന് ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന എപ്പോഴും 2 ഇലക്ട്രോൺ കൊണ്ടായിരിക്കും. അപ്പം നമ്മൾ ആ ബോണ്ടിനെ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ക്ലോറിൻ 1 ഇലക്ട്രോൺ പ്ലസ് ക്ലോറിൻ 1 ഇലക്ട്രോൺ എന്ന് വരും. മനസ്സിലായോ? യെസ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് ഇനിഷ്യേഷൻ. ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് ഇനിഷ്യേഷൻ. നമ്മുടെ സെക്കൻഡ് മെത്തേഡ് വരുന്നതാണ് പ്രൊപ്പഗേഷൻ. സെക്കൻഡ് മെത്തേഡ് എന്താണ്? പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ, നമ്മളെ മീഥേനുണ്ട്, പിന്നെ ഈ ഒരു ക്ലോറിനുണ്ട്, CH4 പ്ലസ് Cl ഡോട്ട് ഗീവ്സ് എന്ത് സംഭവിക്കും, നമുക്ക് എന്ത് തോന്നുന്നു, ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ വരും, H ഡോട്ട് വരും. അത് ഈ ക്ലോറിനായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പം H ഇലക്ട്രോൺ ഡോട്ട് ക്ലോറിൻ ഇലക്ട്രോൺ, അപ്പോൾ 2 ഇലക്ട്രോൺ വരുമ്പോൾ ഒരു ബോണ്ടായല്ലോ, ഇത് ബോണ്ടായി. പ്ലസ് CH3 ഉണ്ട്, ഡോട്ടുണ്ട്, പ്ലസ് ആണ്, അത് പെണ്ണ് തെളിയാത്തതുകൊണ്ടാണ്. CH3 ഉണ്ട്, ഡോട്ടുണ്ട്. മനസ്സിലായോ? CH4 എന്ന് ഒരു ഹൈഡ്രജൻ മാറും. ഒരു ഹൈഡ്രജൻ മാറിയിട്ട് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ CH എന്നാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു H ഡോട്ടിനെയാണ് റിമൂവ് ചെയ്യുന്നത്. ഒരു H ഡോട്ടിന് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു CH3 ഡോട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് H ഡോട്ടും Cl ഡോട്ടും കൂടെ ചേർന്ന് HCl ഉണ്ടാവുകയും CH3 ഡോട്ട് ഫോം ചെയ്യും. ഇതിനെ പറയുന്നതാണ് പ്രൊപ്പഗേഷൻ. അടുത്ത് ടെർമിനേഷൻ ഉണ്ട്. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാവോ, ടെർമിനേഷനിൽ ആരൊക്കെ ഫോം ചെയ്യുന്നു നമുക്ക് നോക്കാം. ടെർമിനേഷനിൽ Cl ഡോട്ടുണ്ട്, അതും മറ്റ് Cl ഡോട്ടും കൂടെ ചേർന്ന് Cl ആവും, ബോണ്ടാവും. CH3 ഡോട്ടും കൂടെ ചേർന്ന് CH3 ആവും. അപ്പം ക്ലോറിൻ മോളിക്യൂളായി, ഈഥേനായി. അടുത്ത ആരുണ്ട്, CH3 ഡോട്ട് പ്ലസ് CH3 ഡോട്ട് പ്ലസ് Cl ഡോട്ടും കൂടെ ചേർന്ന് എന്ത് സംഭവിക്കും, CH3Cl എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഈഥേൻ ആസ് ബൈ പ്രോഡക്റ്റ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ് നമുക്കൊരു ക്ലോറിൻ മോളിക്യൂളും ഈഥേനും ബൈ പ്രോഡക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ക്ലോറോമീഥേനും കിട്ടുന്നത്. ഈ ക്ലോറോമീഥേൻ്റെ ഫോർമേഷനാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഹാലജനേഷൻ. താങ്ക് യു.